മീനിനൊക്കെ വ്യത്യസ്തമായിട്ടുള്ള കളർ അടിച്ചോ എന്ന് ഒരു നിമിഷം തോന്നിപ്പോയി. അത് കഴിഞ്ഞ ഒരു പൂച്ച പാവം മീനിനെ കിട്ടാതെ ഇങ്ങനെ നോക്കി നിൽക്കുന്നു. കഴിഞ്ഞപ്പോ റോബോട്ടിക് പട്ടിച്ചാട്ടം. ഈച്ച സിനിമയുടെ ലൊക്കേഷനിലാണോ എന്ന് എനിക്ക് തോന്നിപ്പോയി. ഞാൻ എത്ര സാഡ് അല്ലാന്ന് കാണിക്കാൻ വേണ്ടി എക്സ്പ്രഷൻ കാണിച്ചാലും പക്ഷെ ഡിറ്റക്ട് ചെയ്ത് എന്നെ സാഡാക്കി കാണിച്ചു. സംഭവം നമ്മൾ കോഴിക്കോടില് ബീച്ചിലൂടെ നടന്നു പോകുമ്പോഴാണ് ഈ ഒരു പായക്കപ്പൽ എന്റെ കണ്ണിൽപ്പെട്ടത്. നേരെ പോയി ടിക്കറ്റ് എടുക്കാൻ വേണ്ടി അവിടെ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ടായിരുന്നു. വെറും 100 രൂപ മാത്രമുള്ള ടിക്കറ്റ് എടുത്ത് നേരെ കയറിയപ്പോൾ എന്റെ മോന് ആദ്യം കണ്ട വീൽ ഹൗസിൽ കയറിയിട്ട്, ഷിപ്പിന്റെ വീൽ ഹൗസിൽ കയറിയിട്ട് വീലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരികണ്ടായിരുന്നു. അത് കഴിഞ്ഞ ശേഷം നേരെ അകത്ത് കയറിയപ്പോഴാണ് 2 റോബോട്ട് നമ്മുടെ അടുത്തേക്ക് പാഞ്ഞു വരുന്നത്. അതിന്റെ അടുത്തേക്ക് ഒന്ന് സെൽഫി എടുക്കാൻ നോക്കിയപ്പോൾ അത് നമ്മളുടെ അടുത്തേക്ക് ചീറി വന്നപ്പോൾ ആ സെൽഫി ചീറ്റി. തൊട്ടടുത്ത റൂമിൽ കയറിയപ്പോഴാണ് വ്യത്യസ്തമായിട്ടുള്ള TV വെച്ചിരിക്കുന്നു. ഡിറ്റക്റ്റഡ് TV എന്നാണ് പറയുന്നത്. അതിൽ ഒരെണ്ണം പോയിട്ട് ഞാൻ സാഡ് അല്ല എന്ന് എത്ര പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കിയാലും ഞാൻ സാഡാണെന്ന് കാണിച്ചു തരുന്നേ. ഇനിയിപ്പോൾ എൻ്റെ ഫേസിന്റെ പ്രശ്നമാണോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിപ്പോയി. അത് കഴിഞ്ഞ ശേഷം ഒരുപാട് സംഭവങ്ങളുണ്ട്. പിയാനോ അടിക്കുന്നതും മറ്റുമായിട്ട് ഒരുപാട് റോബോട്ടിക് സാധനങ്ങൾ കണ്ടു, കണ്ടു. പക്ഷെ ഇതൊന്നും എനിക്ക് സെറ്റായില്ലെന്ന് മനസ്സിലായി. അതിനുശേഷം വ്യത്യസ്തമായിട്ടുള്ള റോബോട്ടിക് ഇനി അങ്ങോട്ട് കാലഘട്ടം മാറിപ്പോയി കഴിഞ്ഞാൽ അടുക്കളയിൽ വരെ റോബോട്ട് കയറി കളിക്കും എന്നുള്ള രീതിയിൽ നമുക്ക് കാണിച്ചു തരാൻ വേണ്ടി ഓരോ റോബോട്ടിക് സാധനങ്ങളും സ്ട്രക്ചറുകളുമായിട്ട് ഓരോ റൂമിലും ഇങ്ങനെ നമുക്ക് കാണാനിടയായി. അത് കഴിഞ്ഞ് കയറിയതാണെങ്കിൽ ഒരു സിനിമ സെറ്റ് പോലത്തെ ഒരു സ്ഥലം. അതായത് നമ്മുടെ ഈച്ച സിനിമയിലെ ഈച്ചയെ നേരിട്ട് കണ്ട ഒരു ഫീലായിരുന്നു അവിടുത്തെ ഓരോ ഉണ്ടാക്കി വെച്ച ഈച്ചയോ എന്തൊക്കെയോ പാറ്റയോ പലതരത്തിലുള്ള സാധനങ്ങളും എല്ലാറ്റിനും മൂവ്മെന്റ് ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അവിടെ തന്നെ ഒരു സെൽഫി പോയിന്റ് ഉണ്ട്, റൊട്ടേറ്റിംഗ് സെൽഫി പോയിന്റ്. ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഇതിൽ കയറുന്നത്. അതിൽ കയറി 2 ഡിസ്കോ കളിക്കാൻ വിചാരിച്ചപ്പോൾ നമുക്കറിയാത്ത ഏതോ ഒരു പാട്ട്. ഈ പൂന്തോട്ടത്തിന്റെ സെറ്റ് കഴിഞ്ഞ് നേരെ കയറിയതാണെങ്കിൽ അക്വേറിയം ഷോ ഉള്ള ഒരു സ്ഥലത്ത് പലതരം വ്യത്യസ്തമായിട്ടുള്ള മീനുകൾ, ഒരുപാട് മീനുകൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇപ്പോഴാണ് ഈ ഒരു കളർ മത്സ്യങ്ങൾ അവിടെ കണ്ടത്. ഒരു നിമിഷം നമുക്ക് ഡൗട്ട് അടിച്ചു പോയി, ശരിക്കും ഒരു കളർ പെയിന്റെങ്ങാനും അടിച്ച് ഇനി ഇതിന്റെ ഉള്ളിലേക്ക് വിട്ടതാണെന്ന്. അത്രക്കും ഡിഫറെന്റ് കളറിലായിട്ടുള്ള അടിപൊളി മീനുകൾ. എക്വേറിയത്തിന്റെ ഒരു ഗുഹയിലേക്കാണ് പിന്നീട് നമ്മൾ പോയത്. സിംഗപ്പൂരിലും മറ്റ് പല ഫോറിൻ രാജ്യങ്ങളും പലപ്പോഴായിട്ട് ഉണ്ടായ സംഭവങ്ങൾ ഇപ്പോൾ കേരളത്തിൽ ഒരുവിധം എല്ലാ എക്സിബിഷനുകളിലും കണ്ടുവരുന്നുണ്ടെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. മുന്നിൽ ഒരു ബിരിയാണി വെച്ചിട്ട് കഴിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു രീതി നമുക്കാർക്കും തരികയാണെങ്കിൽ, നമുക്കൊരു പണി തരാണെങ്കിൽ വല്ലാത്ത സങ്കടമാവില്ലേ? അതേ സങ്കടം തന്നെ ആ പൂച്ചയ്ക്ക് ഉണ്ടാവുമെന്ന് മനസ്സിലാക്കിയിട്ട് എക്വേറിയം കഴിഞ്ഞ ഉടനെ പിന്നെ കാണുന്നത് ഒരു റോബോട്ടിക് പട്ടിയുടെ ഒരു പട്ടി ഷോ ആയിരുന്നു. സംഭവം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ബട്ട് ഈ സംഭവം ഞാൻ ഓൾറെഡി പല റീലുകളിലും കണ്ടിട്ടുണ്ടെങ്കിലും നേരിട്ട് കാണുന്നത് ആദ്യമായിട്ടാണ്. ഈ പട്ടി ഷോ കാണാൻ വേണ്ടി ഒരുപാട് കുട്ടികൾ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്നു. അവരെയൊക്കെ പേടിപ്പിക്കുന്ന രീതിയിലും പലതരത്തിലും സംഭവങ്ങൾ ഇങ്ങനെ മാറി മറിഞ്ഞ് പട്ടികൾ ഉണ്ടായിരുന്നു കേട്ടോ. സംഭവം ഒരു നല്ലൊരു പട്ടി ഷോ ആയിരുന്നു. ഈ എക്സിബിഷനും കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് ഒരു തീക്കളി കണ്ടത്. ആ തീക്കളിയുടെ വിശേഷങ്ങളാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ. അപ്പോൾ ഉടൻ തന്നെ അടുത്ത വീഡിയോ പ്രതീക്ഷിക്കുക.